യുക്രൈൻ തലസ്ഥാനമായ കീവിലും സമീപ പ്രദേശങ്ങളിലും വ്യോമാക്രമണം തുടരുന്ന റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് യുക്രൈൻ. റഷ്യയെയും പ്രസിഡന്റ് പുടിനെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണം. ഇരു രാജ്യങ്ങളും യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ യുക്രൈൻ റഷ്യയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായാണ് കഴിഞ്ഞ രാത്രിയിലെ ഡ്രോൺ ആക്രമണത്തെ വിലയിരുത്തുന്നത്. മോസ്കോയിലേക്കും മറ്റ് 8 പ്രദേശങ്ങളിലേക്കും 144 ഡ്രോണുകൾ പായിച്ചാണ് യുക്രൈൻ തിരിച്ചടി നൽകിയിരിക്കുന്നത്. മരണസംഖ്യ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പ്രദേശത്തെ 4 വിമാനത്താവളങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും വിമാനത്താവളങ്ങൾ അടച്ചിടേണ്ട സ്ഥിതി ഉണ്ടായെന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ. ജനവാസ മേഖലകളിലേക്ക് പാഞ്ഞെത്തിയ 140 ഡ്രോണുകളിൽ 70 എണ്ണം വെടിവെച്ചിട്ടതായി റഷ്യ വ്യക്തമാക്കുമ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് ഓടുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സൈന്യവും ഫയർ റെസ്ക്യൂ സർവീസും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് പുടിൻ. പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നും 70 ഡ്രോണുകൾ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും റഷ്യ അവകാശപ്പെട്ടു. സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടന്നതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. മോസ്കോയിലെ സമ്പന്നർ താമസിക്കുന്ന മേഖലയിലാണ് ഡ്രോണുകൾ പതിച്ചത്. ഈ മാസം ആദ്യം ക്രൈംലിൻ കൊട്ടാരത്തിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. മോസ്കോയുടെ നേർക്ക് 2ാം ലോക മഹായുദ്ധകാലത്തിന് ശേഷം നടക്കുന്ന വലിയ ആക്രമണമാണിതെന്ന് ഒരു റഷ്യൻ നേതാവ് പറഞ്ഞു.